എബ്രഹാം ഓസ്ലർ മിഥുൻ മാനുവൽ തോമസിന്റെ സിനിമയാണ്. ജയറാമേട്ടനാണ് ഈ ഒരു സിനിമയിലെ നായകൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ കഴിഞ്ഞിട്ട് എന്തായിരിക്കും സിനിമയെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളതെന്ന് നോക്കാം. മിഥുൻ മാനുവലിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒരൊറ്റ സിനിമ, അഞ്ചാം പതിനാ ഒരൊറ്റ സിനിമ മാത്രം മതി മിഥുൻ മാനുവൽ തോമസ് ആരാണ് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു ഡയറക്ടറിന്റെ കഴിവ് എന്താണെന്നുള്ളത്. ത്രില്ലർ സീരീസിൽ എടുക്കാൻ ഇത്ര നല്ലൊരു മലയാളം ഡയറക്ടർ വേറെ കാണില്ല. അപ്പം ഈ ഒരു സിനിമയിൽ എബ്രഹാം ഓസ്ലർ എന്താണ് പുള്ളിക്കാരൻ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കാം. ജനുവരി 11 ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. എന്തായാലും ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് അവരഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. നമുക്ക് നേരെ ട്രെയിലർ കണ്ടു നോക്കാം. നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? നിനക്കിരിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കെല്ലാം വിഷമമുണ്ട്. പക്ഷെ സാർ മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറം ലോകമായുള്ള ബന്ധം. ഓസ്ലർ, ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണല്ലോ. We are dead men walking, broken, cursed. സിദ്ദിഖിന്റെ സൗണ്ടാണ്. ആദ്യമേ ഒരു ജയില് കാണിക്കുന്നു, അർജുനശോനെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം ഇതെന്ത് ഒന്നും മനസ്സിലാവുന്നില്ല ട്രെയിലർ കണ്ടിട്ട്. എന്തായാലും നമുക്ക് ബാക്കി കണ്ടുപോകാം. Forgotten. തൻ്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തൻ്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തൻ്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വൻതോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. അയാൾക്ക് ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാറിയത്. ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. Kind of strange, അല്ലേ? Anything can happen to anyone, anytime, അല്ലേ? ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്തു പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. I think you deserve to know. ദൈവവും പരദീസയുമെല്ലാം എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്തത്. നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ലർ? അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. ജനുവരി 11. വേറെ വീഡിയോ നോക്കണം. അതോട് ട്രെയിലർ കണ്ടിട്ട് ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നു? ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊരു ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ഇതൊരു പാസ്റ്റും പ്രസന്റും, അതായത് പാസ്റ്റിലെ എന്തോ ഒരു പ്രശ്നമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നം നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം അതിനകത്ത് പറയുന്നുണ്ട് ഭൂതകാലവുമായിട്ട് പൊരുത്തപ്പെട്ടാലേ ഈ ഉറക്കമില്ലായ്മ മാറുള്ളൂ, ഹാലൂസിനേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എബ്രഹാം ഓസ്ലർ ആരാണ്? പോലീസ് ഓഫീസർ ആയിരിക്കണമല്ലോ. അപ്പം ഇത് പണ്ട് അനശ്വരരാജൻ എനിക്ക് തോന്നുന്നു ആ ഒരു പാസ്റ്റിലെ ക്യാരക്ടറാണ്. ഇതിനകത്ത് ജഗദീഷ് ഏട്ടനുണ്ട്, ജയറാമേട്ടനുണ്ട്, ദിലീഷ് പോത്തൻ, അനശ്വരരാജൻ, പിന്നെ ആരായിരുന്നു, അനൂപ് മേനോൻ. വലിയൊരു കാസ്റ്റ് ഉണ്ട്. അർജുൻ അശോകൻ, വലിയ കാസ്റ്റ് തന്നെ ഉണ്ട്. ഇമോഷണൽ ഡ്രാമ ത്രില്ലർ ആ ഒരു ജോണറിലായിരിക്കും ഒരു സിനിമ വരുന്നത്. എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് വലുതായിട്ടൊന്നും ഞാൻ മനസ്സിലാക്കാനായിട്ട്, അതായത് ഡീകോഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ വലുതായിട്ട് മനസ്സിലാക്കാതെ പോയിരുന്ന തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നല്ലത്. കാരണം ട്രെയിലർ പോലും കാണാതെ ഓക്കെ ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട്, നമുക്ക് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ച് ആ ഒരു ഡയറക്ടറെ വിശ്വസിച്ച് പോയി കണ്ടിട്ട് ഒരു കിട്ടിലെ എക്സ്പീരിയൻസ് കിട്ടുവാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ട്രെയിലർ എന്തായാലും നമുക്ക് കണ്ടല്ലേ വരുള്ളൂ. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പം അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. പാസ്റ്റിൽ നടന്ന എന്തോ ഒരു പ്രശ്നത്തെ റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എന്തോ ഒരു ആഫ്റ്റർ എഫക്റ്റ് പ്രസന്റിൽ ആ ഒരു റിവെഞ്ച് തീർക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതും കുറേ കൊലപാതകങ്ങൾ അത് അന്വേഷിച്ചിട്ടുള്ള ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഐറ്റം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മിഥുൻ മാനുവലിൽ നിന്ന് നമ്മൾ അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഓവർ എക്സ്പെക്ടേഷൻ ഒരു വില്ലനായേക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മിഥുൻ മാനുവലിൽ നിന്ന് അഞ്ചാം പാതിരയ്ക്കും അപ്പുറം പ്രതീക്ഷയാണ് നമ്മൾ പോകുന്നത്. അതിപ്പം
വിക്രമത്തിനപ്പുറം ലിയോ പ്രതീക്ഷ പോകുന്നത് പോലെ തന്നെയാണ് മിഥുൻ മാൻ. അത് ഒരു ഡയറക്ടർ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമകൾ അതിലും ബെറ്ററായിട്ട് ചെയ്യണം എന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കാറില്ല, ചിലപ്പോൾ സംഭവിച്ചേക്കാം. എന്തായാലും ഈ ഒരു സിനിമ ഫസ്റ്റ് വർഷം പോയി കാണണം. അത്രയൊക്കെ ഉണ്ട്, ട്രെയിലർ അത്രയും ഉണ്ട്. അപ്പം നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാം. എന്തായാലും ഈ ഒരു ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലറിനകത്ത് ഒരുപാട് സീനുകളൊന്നും ഇൻക്ലൂഡ് ചെയ്യാനത് വളരെ നന്നായി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഒരു ത്രില്ലറിനകത്തെ മെയിൻ സാധനങ്ങളെ കൊണ്ട് കുത്തിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഇല്ലാതെ വരും. എപ്പോഴും ഇങ്ങനെയുള്ള സിനിമകൾ ട്രെയിലർ ചെയ്യുമ്പോൾ സിനിമയുടെ യാതൊരു ബന്ധമില്ലാതെ നമ്മൾ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത സീനുകളൊക്കെ ഇട്ട് ട്രെയിലർ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ട്രെയിലർ കൊള്ളാം. സിനിമ വരട്ടെ, സിനിമ വരുമ്പോൾ കാണാം. കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.